മലയാളി വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബംഗളൂരു അശോക് നഗറിലെ ഓഫീസിൽ വെച്ച് സ്വന്തം തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുകയായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയാണ് റോയ്. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവിച്ചെന്നുള്ളതാണ്. ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നുള്ളത് പോലെ തന്നെ അത്രമാത്രം ആത്മവിശ്വാസത്തോടുള്ള ഒരു നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിനൊക്കെ ഇതാണ് അവസ്ഥയെങ്കിലും മറ്റുള്ളവരുടെ അവസ്ഥ പറയാതിരിക്കല്ലേ വേദം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും വലിയ കോടികൾ, അതായത് കോടികളെ കൊണ്ട് അമ്മാനമാടുന്ന ഒരുപക്ഷെ തന്നെ പൈസേൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന എന്ന് തന്നെ പറയാം CJ റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പണക്കാരൻ തന്നെയാണ്. അയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴും എനിക്കൊരുപാട് സംശയങ്ങൾ. അതായത് മടിയിൽ കനം ഇല്ലാത്തവൻ എന്തിനാണ് പേടിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചത് കൊണ്ടാണോ? ഒരു ദിവസം കൊണ്ട് താൻ ഉണ്ടാക്കിയ തൻ്റെ സൽപ്പേരുകളെല്ലാം പോകുമെന്നുള്ള ഭയമാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബിനാമികളുണ്ടോ? കാരണം ഇദ്ദേഹം സിനിമയൊക്കെ നിർമ്മിക്കാറുണ്ട്. ഒരു വസ്തുവിന് കൊള്ളാത്ത സിനിമയാണ് നിർമ്മിച്ചിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സിനിമാ നിർമ്മാണത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ മുടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പോ എന്തെങ്കിലും വെട്ടിപ്പോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയുന്നത് CJ റോയിനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പല ആൾക്കാരും പല തട്ടിപ്പുകൾ നടത്താറുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ പേടിക്കുന്നത്. പിന്നെ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് തട്ടിപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ആരും പിടിക്കാൻ പോകുന്നില്ല. ഇപ്പോഴേ ED റെയ്ഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തട്ടിപ്പൊന്നും ഇപ്പോഴും നടക്കുന്നില്ല. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, റിയൽ എസ്റ്റേറ്റ് വ്യവസായങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറകോട്ടാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോഴും പഴയതുപോലെ റിയൽ എസ്റ്റേറ്റിന് വലിയ വിലയൊന്നുമില്ല. ഒന്നാമത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഇത് വാങ്ങിക്കാനില്ല ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ഈ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളും ഇപ്പോഴും തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ? അല്ലെങ്കിൽ ഇതൊരു കാരണമാക്കി എടുത്ത് ആ ഒരു കാരണത്തോടു കൂടി നമുക്കറിയാലോ ഇപ്പോൾ പല വ്യവസായികളും ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ പല വ്യവസായികളും ഇതുപോലെ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അവരെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ പിന്നീട് നമുക്ക് ചിരിയാണ് വന്നത്. കാരണം എന്തോ ചെറിയ കാരണങ്ങൾ കൊണ്ട് പോയിട്ട് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ പുറകിലൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. ഇതിൻ്റെയും പുറകിൽ ഇനി അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടോ? ഈ റോയ് ആണെങ്കിൽ ഇനിയിപ്പോൾ മറ്റു പലരുടെയും പൈസ കാണോ ബിസിനസ് ചെയ്യുന്നത്? ഇനി രക്തസാക്ഷിയാണോ എന്നുള്ളൊരു സംശയം പോലും നമുക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടപ്പോഴും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ മനുഷ്യൻ എന്തിനിത് ചെയ്യണം? അയാൾക്ക് ശരിക്കും നേരിട്ടാൽ പോരെ? എല്ലാവരും പറയുന്നത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി എന്നാണ്. ഒരുപാട് കേസുകളുണ്ട്, മറ്റൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം എന്തിനാണ് കേസിന് പോകുന്നത്? കേസിന് പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വക്കീലന്മാരുണ്ടാകും, അതുപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, അങ്ങനെ സകലമാനം ആൾക്കാരും ഉണ്ടാകും. പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സമ്മർദ്ദം കിട്ടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിനുള്ള മറുപടികൾ കൊടുത്താൽ പോരെ. ഇനി എന്തെങ്കിലും ചെറിയ തരത്തിൽ ഒരു വീഴ്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്താൽ പോരെ. പിന്നെ ഇദ്ദേഹം എന്തിനാണ് മരിക്കുന്നത്? ഞാനൊരു കാര്യം പറയുകയാണ്, അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു റെയ്ഡിന് പോകുമ്പോൾ ഫോണുകളും അതുപോലെ ആയുധങ്ങളും എല്ലാം പോലീസുകാർ പിടിച്ചു വെക്കും എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് തോക്ക് കിട്ടിയത്? പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ചെറിയ ഒരു കാര്യത്തിന് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യോ? അപ്പോൾ എന്തോ ഒരു വലിയ കാര്യം ഒന്നുകിൽ അവരവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവിടെ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവിടെ അപ്പോൾ എന്തോ നടക്കാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇപ്പോഴും തെളിയിക്കാൻ കഴിയുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെ വേണ്ടി വരും. കാരണം ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇദ്ദേഹം അകത്തു പോയിട്ട് ഇത് ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് അവിടുന്ന് വരുന്ന വാർത്തകൾ. ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഞെട്ടിപ്പോയി. ഉള്ള കാര്യം പറയുന്നത് എന്താ? കാരണം എന്താണെന്ന്, ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണോ? ഇദ്ദേഹം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഇനി ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, രക്തസാക്ഷിയാണോ? ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരുപാട് പേരുടെ പണങ്ങൾ എന്നും കൊണ്ടോ ഇനി അങ്ങനെയാണോ ബിസിനസ് നടത്തുന്നത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ കള്ളങ്ങൾ, ഇതിൻ്റെ അകത്തിന് പിന്നെ ആ കള്ളങ്ങളുണ്ടോ? ഒരു ദിവസം കൊണ്ട് എൻ്റെ പേര് പോകുമോ, സൽപ്പേര് പോകുമോ? ഇപ്പോൾ റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ബാംഗ്ലൂരിലായാലും ഇനി ദുബായിലായി കഴിഞ്ഞാലും കേരളത്തിലായി കഴിഞ്ഞാലും ഏത് ഭാഷയിലായി കഴിഞ്ഞാലും റോയ്ക്ക് നല്ല ആരാധകരുണ്ട്. ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ സമ്മാനം കൊടുക്കുന്നത് റോയിയാണ്. അതുപോലെ തന്നെ പല നിർണായക ഘട്ടങ്ങളിലും ഇടപെട്ടത് റോയിയാണ്. പിന്നെ പാവങ്ങളുടെ ഇടയിലൊക്കെ റോയിക്ക് നല്ലൊരു സ്വീകാര്യതയുണ്ട്.
അത് മാത്രവുമല്ല, റോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് റോയിക്ക് വേറെ ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഇനി ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാലോ, കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കപ്പൽ ജോയി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹവും ഇതുപോലെ ചെയ്തതാണ്. പിന്നെ ഈ കണ്ണൂർ ജില്ലയിലെ സാജൻ എന്ന് പറയുന്ന വ്യക്തിയും ഇങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെ മുതലാളിമാർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഇവരുടെ എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ സ്ഥിതി എന്താണ് എന്നുള്ള ഭയം കൊണ്ടും ചില ആൾക്കാർ ചെയ്യും. പിന്നെ ഇദ്ദേഹം ഉത്തരം പറയാൻ വേണ്ടി കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ പിടിക്കും തോന്നിയത് കൊണ്ടാണ് എന്നൊക്കെ ചില കമൻറ്റ് കണ്ടു. അപ്പോഴും ഞാൻ അവരോട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും ഇദ്ദേഹത്തെ ഒന്നും ഒരാൾക്കും പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഇദ്ദേഹത്തിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംഗതിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റും കാര്യങ്ങളും കേസ് നടത്താനും ഒക്കെ ആളുണ്ടാവും. അപ്പോൾ പൈസയുമുണ്ട്. അപ്പോഴെന്തിനാണ് ഇദ്ദേഹത്തെ പിടിച്ചു? ഇദ്ദേഹത്തെ ഒന്നും ചെയ്യത്തില്ല. ഇദ്ദേഹം ആകെ ചെയ്തിരിക്കുന്നുണ്ടാവുക എന്തെങ്കിലും ടാക്സ് വെട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടാകും, എന്തെങ്കിലും കള്ളക്കണക്ക് കാണിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, മലയാള സിനിമയിൽ ചില സിനിമകൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇദ്ദേഹം എടുത്ത ചില സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇതെന്തിനാണ് എടുത്തിരിക്കുന്നത്, ഇനി എന്തെങ്കിലും തട്ടിപ്പിനോ വെട്ടിപ്പിനോ ആണോടെ ഇന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അതുപോലെയുള്ള സംഭവങ്ങളാണ് ചില സിനിമകളൊക്കെ എടുക്കുമ്പോഴേ. പിന്നെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ കാസിനോവ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ആവശ്യമില്ലാതെ ഒരുപാട് പൈസയാണ് അതിൻ്റെ ഇറക്കിയത്. അങ്ങനെ ആവശ്യമില്ലാത്ത പൈസ ഇറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ എന്തെങ്കിലും തരികട നടത്താനാണോ? എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് പണം ഇറക്കും, ആ പണക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയിലൂടെ നേടിയതായിരിക്കും, അതങ്ങനെ വെളുപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറായ ഒരാൾ തന്നെ വന്ന് പറയുന്നുണ്ട്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് സാലറി കൊടുക്കുന്നത്. അതായത് ഒരു സിനിമയിൽ മുഖം കാണിച്ചവന് ലക്ഷങ്ങളാണ്. അപ്പോൾ എഴുതിയിടുമ്പോൾ അവൻ ഇത്ര ലക്ഷം കൊടുത്തു, ഒന്നും കൊടുക്കുമ്പോൾ കുറച്ച് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ ഒരു മാനസിക സമ്മർദ്ദം വന്നിട്ടോ അല്ലെങ്കിൽ അയ്യോ തൻ്റെ എല്ലാം നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും റോയി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് ഇവിടെ എന്തോ ഒരു സംഭവം റോയി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ആ ഉദ്യോഗസ്ഥരുടെ ബാധ്യതയാണ്. കാരണം ഇല്ലെങ്കിൽ അവരാണ് ഇനിയിപ്പോൾ എന്താ പറയണ്ടേ ആരോപണങ്ങൾ. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ കുടുംബം ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, ഏതൊരു കമ്മീഷണറുടെ പേരൊക്കെ പറയുന്നുണ്ട്, സമ്മർദ്ദങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇദ്ദേഹം ചെയ്തത് എന്നൊക്കെ കുടുംബങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അവസ്ഥ എങ്ങനെയായിരിക്കും? പിന്നെ ചില ആൾക്കാർ പറയുന്നത് പോലെ ഇതൊരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ മറ്റേ, അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഇനിയിപ്പോഴും ഇവിടുന്ന് എല്ലാം മൊത്തത്തിൽ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ദുബായിൽ പോയി കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഡംബര കാറ് തന്നെ 12 പിന്നെ റോൾസ് റോയ്സ് കാറ് തന്നെയുണ്ട് ഇദ്ദേഹത്തിന്. ആലോചിക്കുക എത്ര കോടികളാണ് അതിനൊക്കെ പൈസ. അപ്പം ഇതൊക്കെയുള്ള ഒരു മനുഷ്യൻ വെറുതെ കിടന്നിട്ട് വെറുതെ ചെറിയ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യോ? അതാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ ഇമേജ് മൊത്തത്തിൽ പോകുന്ന എന്തോ ഒരു സംഭവമുണ്ട്. അത് കൃത്യമായിട്ടുള്ള തെളിവ് ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സന്ദർഭത്തിൽ പോയിട്ട് അങ്ങനെ ചെയ്തത്. താൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും കല്ലെറിയുന്ന തരത്തില് എന്തോ ഒരു സംഭവം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.